നമസ്കാരം. പിണറായിക്ക് ഒടുവിൽ സ്വർണം കവർന്ന കേസിലും ക്ലീൻ ചിറ്റ്. പിണറായി ഇതെത്ര കണ്ടതാ? കക്കാനും നിക്കാനും നന്നായി പഠിച്ചിട്ടാണ് കൂടെ നിന്നവരെ പോലും കുതുകാൽ വെട്ടി തള്ളിയിട്ട് പിണറായി തുടർ ഭരണത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത്. ലാവലിൻ കേസും എക്സാലോജി കേസും ഒക്കെ നിമിഷ നേരം കൊണ്ട് തേച്ചു മാച്ചു കളയാൻ കഴിഞ്ഞ പിണറായിക്കാണോ സ്വർണം മുക്കുപണ്ടമായത് ദൈവത്തിന്റെ അത്ഭുതമെന്ന് സ്ഥാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ട്? പണ്ട് വീണ ജോർജ് കപ്പിത്താൻ ഉള്ളിടത്തോളം ഈ കപ്പൽ മുങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാതെ പോയി. പറഞ്ഞതിന് ഇനി അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്നുകൂടി ഒന്ന് ചികയേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും കേരളത്തിന്റെ കപ്പിത്താൻ കേരളം മൊത്തം തൂക്കിവിറ്റ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേസ് മൊത്തം ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ തലയിലായി. ശബരിമലയിൽ നടന്നത് മൊത്തം പറഞ്ഞു വന്നപ്പോൾ ഉണ്ണികൃഷ്ണന്റെ ലീലാവിലാസം. അല്ലെങ്കിലും കുറ്റമേൽക്കാൻ ഒരു ബിനാമിയെ കിട്ടിയാൽ പിന്നെ മറ്റുള്ളവർക്കൊക്കെ എളുപ്പം തടിയൂരാമല്ലോ. പിടിപാടുള്ളവൻ പുറത്തുണ്ടെങ്കിലല്ലേ അകത്തു പോകുന്ന ബിനാമി വാ തുറക്കുന്നതിന് മുന്നേ ഏതെങ്കിലും മുൻനിര വക്കീലിനെ കൊണ്ട് വാദിച്ച് പുറത്തിറക്കി നടന്നതൊക്കെ അയ്യപ്പന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പറ്റും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 2 FIRകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 കേസുകളിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. ഇരു കേസുകളിലും ദേവസ്വം ജീവനക്കാരും പ്രതികളാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 FIRകൾ വരാൻ കാരണം ഈ സംഭവങ്ങൾ നടന്നത് 2 വ്യത്യസ്ത സമയങ്ങളിലാണ് എന്നതാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയത് 2019 മാർച്ചിലാണ്. വാതിൽപ്പാളിയിലെ സ്വർണം കവർന്ന സംഭവം നടന്നത് 2019 ഓഗസ്റ്റിലാണ്. സമയവ്യത്യാസമുള്ളത് കൊണ്ടും 2 സംഭവങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യത്യാസമുള്ളത് കൊണ്ടും മഹസറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ടും 2 കേസുകളായിട്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ കേസുകളിൽ പ്രധാനമായി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും അടക്കമുള്ള കാര്യങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാനായി കൊടുത്തുവിട്ടത്. ഇവിടെയാണ് വിശ്വാസവഞ്ചന വന്നിരിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ കേസിൽ ഒരു മോഷണ സ്വഭാവം കൂടി ഉണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രതികളായി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ എടുത്തു കൊടുത്തു വിടാൻ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരെല്ലാം ഇതിൽ പ്രതികളായി വരും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം വ്യക്തമാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു, അവർ വരുത്തിയ വീഴ്ചകൾ എന്തൊക്കെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഓരോരുത്തരും പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. കേസ് ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പായതോടെ പ്രതികളാകുമെന്നുറപ്പുള്ള ഉദ്യോഗസ്ഥരെല്ലാം അഭിഭാഷകരെ കണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അഭിഭാഷകരെ കണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പോറ്റി കൊച്ചിയിൽ അഭിഭാഷകനെ കണ്ട് ദീർഘനേരം സംസാരിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്തതായാണ് വിവരം. ഇങ്ങനെ പോയാൽ നാളെ സെക്രട്ടേറിയറ്റിലും നിയമസഭാ മന്ദിരത്തിലും കണ്ടവർ കയറി സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്നും പറഞ്ഞ് താമസം തുടങ്ങില്ലല്ലോ അല്ലേ എന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യനോട് ചോദിക്കാനുള്ളത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച